ഹാപ്പിനെസ് ഈസ് ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി തുടരും. അതിന് ബ്ലാസ്റ്റേഴ്സും ആഷ്ലി വെസ്റ്റ്വുഡും തമ്മിൽ ഒരു വെർബൽ എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്, വാക്കാലുള്ള ഉറപ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അതൊരു കോൺക്രീറ്റ് എഗ്രിമെന്റ് ആയി മാറുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള കൈമാറ്റ കരാർ പൂർത്തിയാവാതെ ഒരു കോൺക്രീറ്റ് സൈനിങ്ങിന് പുള്ളി തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു എഗ്രിമെന്റ് ഫുൾഫിൽ ചെയ്യുന്ന സമയം ആകുമ്പോഴത്തേക്കും ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ട് ഔദ്യോഗിക ചുമതല ഏറ്റെടുക്കും. പാതിയിൽ വെച്ച് വന്ന് കയറി പോയിന്റ് പട്ടികയുടെ അടിവാരത്തേക്ക് കൂപ്പുകുത്തി റെലഗേഷൻ സോണിലായി റെലഗേറ്റ് ചെയ്യപ്പെടും എന്ന് ഉറപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സിനെ പാതിയിൽ വന്ന് കയറി കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷകനെ പോലെ പിടിച്ചുയർത്തി ഒരു മിഡ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് പൊരുതാൻ പറ്റുന്ന ഒരു ടീമാക്കി മാറ്റി വളരെ കുറഞ്ഞ സമയം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ വിശ്വാസം മുഴുവനും നേടിയെടുത്ത ആഷ്ലി വെസ്റ്റ്വുഡ് ശ്രീകണ്ഠീരവയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ എല്ലാ തവണയും കൊന്നു കൊലവിളിച്ചുകൊണ്ടിരിക്കുന്ന ബംഗളൂരുവിന്റെ പറുദീസയും മടിത്തട്ടുമായ ശ്രീകണ്ഠീരവയിൽ ചെന്ന് കയറി ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 തിരിച്ചടിച്ച് കണ്ഠീരവയുടെ ഓരോ മുക്കും മൂലയും നന്നായി അറിയുന്ന വെസ്റ്റ്വുഡ് തന്നെ കണ്ഠീരവയുടെ നെഞ്ചില് ഐറ്റം കയറ്റിയിട്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ അവിടുന്ന് ഒരു തുടക്കം കുറിക്കുകയായിരുന്നു. പിന്നീട് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രാൻസുവും നമ്മുടെ ഫാലോവും എല്ലാവരോടും ചേർന്ന് അങ്ങോട്ട് ആളിക്കത്തി ബ്ലാസ്റ്റേഴ്സിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സീസൺ എൻഡിങ് തന്നെ ഉണ്ടാക്കി. അതേ പരിശീലകൻ ഈ വർഷവും വേണമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും വാക്കാലുള്ള ഉറപ്പിൽ എത്തിയിട്ടുണ്ട്. പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ അനൗൺസ്മെന്റ് ഔദ്യോഗികമായിട്ട് വരും എന്നുള്ളത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്.